സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അമ്മയും രാധികയും കൂടിയിട്ട് നീലൻ എങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി മേലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പായസമൊക്കെ മുകളിലേക്ക് കൊടുത്ത് വിടാന്ന് പറഞ്ഞിട്ട് വാസന്തി അതുപോലെ ആകെ ടയേർഡായത് കാരണം ഒന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അവർ രണ്ടുപേരും പോയപ്പോൾ ഡെക്കാണെങ്കിൽ അവനെ പുകഴ്ത്തുന്നുണ്ട്. ഡാ അളിയാ, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയൊക്കെ നീ ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്. എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു സംശയം തോന്നാത്ത രീതിയിൽ നീ നന്നായിട്ടല്ലേ കള്ളം പറഞ്ഞ് അവരെ മുകളിലേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ എനിക്കൊരു ഡൗട്ട്, കുറച്ച് നേരം കഴിഞ്ഞ് അവർ വീണ്ടും താഴേക്ക് വന്നാൽ നീ എന്താ ചെയ്യുക? അപ്പോൾ നീലനും ആകെ കൺഫ്യൂഷനായി. ഡാ അളിയാ, കുറച്ച് പാൽപ്പായസം കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ട്. അയ്യോ, 5 മിനിറ്റ് കൊണ്ട് പാൽപ്പായസം കുടിച്ച് താഴേക്ക് വന്നതിന് ശേഷം അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അതൊന്നും എനിക്കറിയണ്ട. പായസം കുടിച്ച് അവിടെ റൂമിലിരിക്കണം. അല്ലാതെ അവർ താഴേക്ക് ഇറങ്ങി വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടാണ് നല്ല തല്ല് തരിക. എനിക്ക് തരാനോ? ഞാനെന്ത് ചെയ്തിട്ടാ? ശരി, ഞാൻ ശ്രമിച്ചു നോക്കാം. നീ ഇപ്പോൾ തൽക്കാലം പായസം ഒരു വലിയ കിണ്ണം നിറച്ചു എടുത്തതാ, അത് കൊണ്ടുപോയി കൊടുത്തു നോക്കട്ടെ. നീലൻ ഡെക്കിൻ്റെ കയ്യിൽ രാധികയ്ക്കും അമ്മയ്ക്കുള്ള പായസം കൊടുത്തു വിടുകയാണ്. ഇനി നീ പേടിക്കണ്ടടാ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഐഡിയ കാണിച്ച് അവരെ അവിടെ നിർത്തിക്കോളാം എന്നും പറഞ്ഞ് പായസം എടുത്തിട്ട് ഡെക്ലേസ് മുകളിലേക്ക് പോവാണ്. പക്ഷേ ഹാളിലെത്തിയപ്പോൾ ഡെക്കിനൊരു സംശയം. ഈ പായസം കൊണ്ടുപോയി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് രണ്ടുപേരും ഇത് കുടിച്ചു തീർത്തിട്ട് അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടി അടുക്കളയിലേക്ക് താഴേക്ക് വന്നാലോ? താഴെ അതിഗംഭീരമായ മണാണെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അവർ രണ്ടുപേരും താഴേക്ക് വരാൻ പാടില്ലെന്ന് അളിയൻ പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്യുക ഇപ്പോൾ എന്ന് പറഞ്ഞ് ചുറ്റിനും നോക്കിയപ്പോൾ അവിടെ ഗമ്മ് ഇരിക്കുന്നത് കാണുവാണ്. വേഗം പോയിട്ട് പായസത്തിൽ ആ ഗമ്മ് ചേർക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ചേച്ചിയുടെയും രാധികയുടെയും കാര്യത്തിൽ തീരുമാനമായി എന്നും പറഞ്ഞിട്ട് ടെറസിലേക്ക് ആ പായസം എടുത്തിട്ട് പോവാണ്. ടെറസിൽ നിന്ന് സാരിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോഴേക്കും ഡെക്ക് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചി, ഇതാ നീലനുണ്ടാക്കിയ പാൽപ്പായസം. ഇതിൽ എൻ്റെ സ്നേഹവും കൂടെ ചേർത്ത് ഇളക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടുപേർക്കും പായസം കൊടുത്തിട്ട് അവർ കുടിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ഡെക്ക്. അപ്പോൾ നീലനെ കുറിച്ചിട്ടാണ് വാസന്തി പറയുന്നത്. ദാ ഡെക്കേ, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകൻ എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ലടാ. രാവിലെ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു പോയതിൻ്റെ പേരിൽ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി തന്നത് നോക്കു നീ. ആര്? നിങ്ങളുടെ മകൻ. ആ, നിങ്ങൾക്ക്. ആ ആ ശരി 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 എന്നും പറഞ്ഞിട്ട് ഡെക്ക് കളിയാക്കി ചിരിക്കുവാണ്. ചേച്ചിയുടെ മകനെക്കുറിച്ച് ഇപ്പോഴും ചേച്ചിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അതിലെന്തോ ഒരു കൊനിഷ്ടുള്ളത് പോലെ വാസന്തിക്ക് തോന്നുവാണ്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഏയ്, അങ്ങനെയൊന്നുമില്ല. പായസം കയ്യിൽ വെച്ച് നിൽക്കാതെ അത് കുടിക്കാൻ നോക്ക്. എന്നാലും നീ പറഞ്ഞതിൽ എന്തോ ഒരു ദ്വയാർത്ഥമുള്ളത് പോലെ. അങ്ങനെയൊന്നുമില്ല. ഇത് ഈ ഒരു പായസത്തിൽ മാത്രം ഒതുങ്ങില്ല. ഇനിയും ഒരുപാട് ഐറ്റങ്ങൾ താഴെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അതാ പറഞ്ഞത്. അതുതന്നെയാടാ പറഞ്ഞത്. എൻ്റെ മകന് ഞാനെന്ന് വെച്ചാൽ ജീവനാണ്. ഇന്നലെ രാത്രി ഇതേ സ്ഥലത്ത് നിന്നിട്ട് ഇതേ വായ കൊണ്ട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഇപ്പം എന്തൊക്കെയാ മാറ്റി പറയുന്നതെന്ന് നോക്ക്. അതാ ചേച്ചി, എല്ലില്ലാത്ത നാവ് എന്ത് വേണമെങ്കിലും പറയുമെന്ന് വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ദേഷ്യം വന്നപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചു എന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ അവനോട് എനിക്ക് സ്നേഹമാണ് ഉള്ളത്. ഓ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ സംസാരം കുറച്ചിട്ട് പെട്ടെന്ന് ആ പായസം കുടിക്കാൻ നോക്ക്. അതിനുശേഷം പിന്നെ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ? ഡെക്ക് പിറുവിറുക്കാണ്. അപ്പോൾ രണ്ടുപേരും അത് കേട്ടൊന്ന് ചെറുതായിട്ട് ഞെട്ടുന്നുണ്ട്. എന്താടാ നീ പറഞ്ഞത്? അല്ല ചേച്ചി, സ്നേഹം കൂടിക്കൂടി പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയായിരുന്നു. ഓ, നിന്നെ കൊണ്ട് തോറ്റ് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും പായസം കുടിക്കാൻ വേണ്ടി സ്പൂണിലെടുത്ത സമയത്താണ് രാധിക പറയുന്നത്, മാമി എന്താ ഇത്? പായസത്തിൽ എന്തോ ഒരു ഉരുണ്ട സാധനം കിടക്കുന്നു. അത് കേട്ടതും ഡെക്ക് ഞെട്ടുവാണ്. ആ, അത് ശരിയാണല്ലോ. വാസന്തി നോക്കുന്നുണ്ട്. എന്ത് ആന്ന്? പായസം നിങ്ങൾ ഇപ്പം തന്നെ വരുന്നു കരുതിയിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ്. പാലിപ്പോൾ പിരിഞ്ഞ് തൈരായിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ കുടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ പിന്നെ മോരാവാനായിരിക്കും ചാൻസ്. ആ, അതും ശരി തന്നെയാടാ. വേഗം കുടിക്ക്. അവർ രണ്ടുപേരും ഒരു സ്പൂണിലെടുത്ത് വായിൽ വെച്ച് നോക്കുകയാണ്. പക്ഷെ രണ്ടുപേർക്കും അതിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കുന്നില്ല. ഇതെന്താടാ, ഇതിനകത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ. അത് കേട്ട് ഡെക്കൊന്ന് ഞെട്ടുവാണ്. അതെന്താണെന്ന് വെച്ചാൽ അളിയൻ പുതിയൊരു ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ രണ്ടുപേരാണ് ആദ്യത്തെ ടെസ്റ്റ് പീസ്. എന്താ പറഞ്ഞേ? ഞങ്ങളെ ടെസ്റ്റ് എന്നോ? അല്ലല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത് നന്നായിട്ടുണ്ടെങ്കിൽ ഇനി ഹോട്ടലിൽ ഇതുണ്ടാക്കിയിട്ട് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഇതും കൊടുക്കാമെന്നാണ് അവൻ പറയുന്നത്. അത് കേട്ടതും വാസന്തിക്ക് സന്തോഷമാവാണ്. ഓഹോ, അപ്പം പോലും എൻ്റെ മകൻ എന്നോടാണ് ആ സംശയമൊക്കെ ചോദിച്ച് ദൂരീകരിക്കുന്നത്. മനസ്സിലായോ? ആ, കുടിക്ക്. അങ്ങനെ രണ്ടുപേരും ചേർന്ന് വീണ്ടും പായസം എടുത്ത് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഡെക്കിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കുടിക്ക്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ആ മാമി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുടിക്കുന്നത്. അത് ടേസ്റ്റ് ഉണ്ടാവും. നിൻ്റെ വായ ഒട്ടിക്കഴിഞ്ഞാൽ ഇതിനുള്ള ടേസ്റ്റൊക്കെ നിനക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോഴേക്കും പായസവും താഴ്ത്തു നിന്ന് അങ്ങോട്ടേക്ക് വരികയാണ്. പായസത്തെ കണ്ടപ്പോൾ ഡെക്ക് ചോദിക്കുന്നുണ്ട്, ഡാ പായസോ, നീയും കുറച്ച് പോയിസൺ കുടിക്കുന്നോ? എന്ത് പോയിസണോ? ഇല്ലല്ല, പായസം. നീലൻ ഇപ്പോൾ ഉണ്ടാക്കിയ പായസം കുറച്ച് നീ കുടിക്കുന്നോന്നാ ചോദിച്ചത്. ഞാനിപ്പോൾ മാരിയമ്മൻ കോവിലിൽ പോയിട്ട് വന്നതാണ്. അവിടുന്ന് തന്ന പ്രസാദം കഴിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ, അതാ ഞാനും കരുതിയത്. നീ ഒരു സാധനവും അല്ലാതെ വേണ്ട എന്ന് പറയാറില്ലല്ലോ. അപ്പോഴേക്കും വാസന്തിയുടെ നാവൊക്കെ ഏകദേശം ഇങ്ങനെ ഒട്ടി വരുന്നുണ്ടായിരുന്നു.
അവരുടെ രണ്ടുപേരുടെയും ചുണ്ട് ഏകദേശം കൂട്ടിമുട്ടി നിൽക്കുകയാണ്. രണ്ടുപേരും അതിൻ്റെ വെപ്രാളത്തിൽ നിൽക്കുകയാണ്. ഡെക്കിന് കാര്യം മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട്. എന്താ ചേച്ചി പറയാൻ ശ്രമിക്കുന്നത്? മനസ്സിലാവുന്നില്ല. പറയാതെ കാര്യം എന്താന്ന് പറ. പക്ഷെ രണ്ടുപേരുടെയും ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയത് കാരണം സംസാരിക്കാനേ പറ്റുന്നില്ല. അവർക്ക് ശബ്ദം ഉണ്ടാക്കാനേ പറ്റുന്നുള്ളൂ. അയ്യോ ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവില്ല. പായസം, ഈ ചേച്ചി എന്താ പറയുന്നത് നോക്ക്. ചേച്ചി രാധിക, എന്താ പറ്റിയത്? രണ്ടുപേരോട് ചോദിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും സംസാരിക്കാനാവാതെ വീർപ്പുമുട്ടുവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്നിട്ട് കേട്ടോ ചേച്ചി എന്നും പറഞ്ഞിട്ട് പായസം നിലവിളിച്ച് കരയാണ്. നീ എന്താ പറഞ്ഞത്? ഡെക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ദൈവ കോപം കിട്ടിയതായല്ലേ എന്നും പറഞ്ഞിട്ട് പായസം പൊട്ടിക്കരിയാണ്. അത് കേട്ടതും ഡെക്കിനാകെ കൺഫ്യൂഷൻ ആവുകയാണ്. ഞാൻ ഗ്ലൂ വെച്ചിട്ടാണല്ലോ ഇവരുടെ വായ ഒട്ടിച്ചത്. പക്ഷെ ഇയാളെന്താ പുതിയതായിട്ട് ഓരോ കഥയൊക്കെ പറയുന്നത്? പായസാണെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാധികയ്ക്കും വസതിക്കും അത് കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഡെക്ക് ചോദിച്ചപ്പോൾ നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ ഇവിടുന്ന് പോവാൻ നോക്കുന്ന പറഞ്ഞ് ഡെക്കിനെ തള്ളി വിടുകയാണ്. എന്നിട്ട് പായസമാണെങ്കിൽ ചേച്ചിയുടെ മുന്നിൽ പോയി നിന്ന് കരയുന്നുണ്ട്. ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ ചേച്ചി. രണ്ടുപേരും സംസാരിക്കാനാവാതെ വിങ്ങി പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ പായസമാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പായസം രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ആ ഒരു പായസം വാങ്ങിയിട്ട് ഡെക്കിനെ ഏൽപ്പിക്കുകയാണ്, ഇനി വേണ്ടാന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അയാൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോട് പറയുന്നുണ്ട്, ദൈവകുറ്റം കിട്ടിയല്ലോ ചേച്ചി, ദൈവകുറ്റം കിട്ടിയല്ലോ. വാസന്തി ആവുന്നത് പോലെയൊക്കെ ചുണ്ടുകൾ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നതേ ഇല്ല. അപ്പോൾ പായസം പറയുന്നുണ്ട്, ദൈവകോപത്തിന് ഇരയായില്ലേ ചേച്ചി, എൻ്റെ ചേച്ചിക്ക് ഈ ഗതി വന്നല്ലോ. ഡെക്കാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ പറയാണ്, എടാ ദുഷ്ടന്മാരെ, ഒരു നിമിഷം ഞാൻ എൻ്റെ അളിയനുണ്ടാക്കിയ പായസത്തെ സംശയിച്ചു. എന്ത് ദൈവകോപാടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? കാര്യം പറയടാ. അതേ ഡെക്ലേസേ, ദൈവകുറ്റാണെന്നും പറഞ്ഞിട്ട് പായസം അത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ചേച്ചി ദൈവത്തിൻ്റെ കോപം കിട്ടിയതാണ്, ചേച്ചി ദൈവത്തിൻ്റെ കോപം കിട്ടിയതാണ്. അപ്പോൾ വാസന്തിക്കും തോന്നുന്നത് അത് തന്നെയാണ് ശരിയെന്നാണ്. അപ്പോൾ അവരിങ്ങനെ ദൈവത്തിൻ്റെ നേരെ കൈകൂപ്പിയിട്ട് മാപ്പ് ചോദിക്കുന്നത് പോലെ പറയാണ്. പിന്നീട് അവിടെ നിരത്തിയിരുന്നിട്ട് അവരിങ്ങനെ ശയനപ്രദക്ഷിണം പോലെ ദൈവത്തിന് മാപ്പ് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഡെക്കിനാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എടാ ചേച്ചി എന്ത് തെറ്റാ ചെയ്തത്? നീ ഒന്ന് പറ, എന്ത് ദൈവകുറ്റാണ് ചേച്ചി ചെയ്തത്? പക്ഷേ വാസന്തി ഒന്നും ശ്രദ്ധിക്കാതെ ശയനപ്രദക്ഷിണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയോ പായസം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. രാധികയാണെങ്കിൽ അവളെ കൊണ്ടാവും പോലെയൊക്കെ അവളും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അപ്പോഴും ഡെക്കിന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് ദൈവകോപമാണ് ചേച്ചി ചെയ്തിരിക്കുന്നതെന്ന്. ദൈവകുറ്റാണെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അതിന് വേറൊരു പരിഹാരമുണ്ട്. പരിഹാരോ? അതെന്താ? ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം. അത് 3000 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ വായ തനിയെ തുറന്നു വന്നോളും. വേഗം പറ എന്നൊക്കെ പായസം പറയുമ്പോൾ രാധികയും പ്രതീക്ഷയോടെ കേട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ വാസന്തി ആണെങ്കിൽ ശയന പ്രദർശനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് നേരെ കൈകൂപ്പി മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ചേച്ചി നിർത്ത്, ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഡെക്ക് എങ്ങനെയൊക്കെയോ ചേച്ചിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ചേച്ചി ഞാൻ പറയുന്നത് നന്നായിട്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൈ തൊഴുതുകൊണ്ട് ഡെക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, മനസ്സിനകത്തൊന്നും വെക്കലേ അമ്മ. കുട്ടികളുടെ മനസ്സാണ് എനിക്ക്, അതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്നത് പോലുള്ള ചെറിയ തെറ്റുകൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ദൈവത്തിൻ്റെ കോപം ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണം അമ്മനെ എന്നും പറഞ്ഞുകൊണ്ട് ഡെക്കിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യാനുള്ള രീതി. കറുപ്പായി അമ്മനെ ശരണം എന്നും പറഞ്ഞിട്ട് വാസന്തിയോട് പറയുന്നുണ്ട്. ഈ ഒരു മന്ത്രം കുറഞ്ഞത് 3000 തവണയെങ്കിലും മനസ്സിനകത്ത് ചൊല്ലണം ചേച്ചി. അത് കേട്ടതും വാസന്തി ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ രാധികയും ഷോക്കായിട്ട് നിൽക്കുകയാണ്. 3000 തവണയോ? പായസവും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ അമ്മൻ്റെ കോപം ക്ഷമിക്കുള്ളൂ. രണ്ടുപേരും ചേർന്ന് അങ്ങനെ വാസന്തിയാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാനാവാതെ എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് ചോദിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അവസാനം ദൈവത്തിനോട് ക്ഷമ ചോദിക്കുന്ന മട്ടിൽ കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഒപ്പം രാധികയും പായസവും കൂടിയിട്ടുണ്ട്. ആ സമയത്ത് ഡെക്ക് പറയുന്നുണ്ട്, ഇങ്ങനെ 3000 വട്ടം ചൊല്ല്. എന്നിട്ട് അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ദൈവമേ, തൽക്കാലം ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് രക്ഷപ്പെട്ടു. രണ്ടുപേരും ചേർന്ന് സാവകാശത്തിൽ ഈ മന്ത്രം ചൊല്ലി തീർക്ക്. അപ്പോഴേക്കും അടഞ്ഞുപോയ വായ തുറന്നു വരും. രണ്ടുപേർക്കും 8ന്റെ പണി കൊടുത്തിട്ട് പായസത്തിൻ്റെ പാത്രം എടുത്തിട്ട് ഡെക്ക് താഴേക്ക് പോവുകയാണ്. 27 ഐറ്റം റെഡിയാക്കിയിട്ട് ടേബിളിന് മുകളിൽ നിരത്തി വെച്ച് വാഴയിലൊക്കെ വെച്ചിട്ട് ഇന്ദുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നീലൻ. അവൻ നന്നായിട്ട് ടയേർഡായിട്ട് ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡെക്ക് താഴേക്ക് വന്നിട്ട് വിളിക്കുകയാണ്, ഇടാ അളിയാ. പക്ഷെ അതൊന്നും നീലൻ കേൾക്കുന്നില്ല. അവൻ ശരിക്കും മയങ്ങിപ്പോയ അവസ്ഥയിലാണ്. പക്ഷേ ഡെക്ക് പോയി തൊട്ട സമയത്ത് അറിയാതെ അവൻ്റെ കൈ വെച്ചിട്ട് അവൻ തട്ടിക്കളിയാണ്. സോറി അളിയാ, അറിയാതെ പറ്റിപ്പോയതാ. ശരി, എല്ലാം കഴിഞ്ഞോടാ? കഴിഞ്ഞു. സമയം ഇനി എത്രയായിരിക്കുന്നുണ്ട്? സമയം 9 മണിയായിട്ട് അളിയാ. 9 മണിയായിട്ടും എന്താ ഇന്ദുവിനെ കാണാത്തത്? ഞാൻ കരുതത് ഈ സമയം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും 27 ഐറ്റം കഴിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി പോയി കാണുന്ന. അളിയാ, എനിക്ക് തന്നെ ഇത്രയും ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇത്രയും സമയം വേണ്ടി വന്നു. 27 ഐറ്റം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഐറ്റമാണോ? അതൊക്കെ ശരി തന്നെ. അല്ല, നമ്മളെ അടുക്കളയിലെ സഹായികളൊക്കെ എവിടെ പോയി? പാവണ്ട് അളിയാ, അവരൊക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് ഒരുപാട് സഹായിച്ചതല്ലേ. അതുകൊണ്ട് ഞാൻ അവരോടൊക്കെ കിടന്നോളാൻ വേണ്ടി പറഞ്ഞു. അവരൊക്കെ ഉറങ്ങാൻ പോയി. ഇത്രയും സമയമായിട്ട് ഇന്ദുവിനെ മാത്രം എന്താ കാണാത്തത്? അറിയില്ലടാ,
മണി 9 നീ ഇത്ര നേരമായിട്ട് അവളെ വിളിച്ചു നോക്കിയില്ലേ? ആ, ഞാൻ വിളിച്ചു നോക്കി. അവളേതോ പ്രധാനപ്പെട്ട ഓട്ടത്തിലാണെന്നാണ് തോന്നുന്നത്. വരാൻ കുറച്ച് താമസിക്കുമെന്നാണ് പറഞ്ഞത്. ആ, ഒരു കണക്കിന് അതും ശരിയാണ് അളിയ. അവൾ ഇത്രയും നേരം വരാൻ ലേറ്റായത് കൊണ്ട് നീ വിചാരിച്ച പോലെ നിനക്ക് 27 ഐറ്റം റെഡിയാക്കാൻ പറ്റിയില്ലേ? ഓരോ ഐറ്റവും റെഡിയാക്കി ടേബിളിന് മുകളിൽ നീലം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ സ്മെല്ലെടുത്തുകൊണ്ട് ഡെക്ക് പറയുന്നുണ്ട്, നീ ശരിക്കും ഒരു സൂപ്പർ തന്നെയാണ് അളിയ. നീ വിചാരിച്ചതുപോലെ 27 ഐറ്റം നീ റെഡിയാക്കി വെച്ചില്ലേ? മനസ്സിനകത്തൊരു കാര്യം സാധിക്കുമെന്ന് കരുതി നമ്മൾ ഇറങ്ങി തിരിച്ചതിന് ശേഷം അതങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ അളിയ? നീ പറഞ്ഞത് ശരി തന്നെയാണ്. ചെയ്യാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ 1000 കാരണങ്ങൾ കണ്ടുപിടിക്കാം. പക്ഷേ ചെയ്യുന്നതിന് ഒരൊറ്റൊരു കാരണം മാത്രം മതി. എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഇന്ദുവിനോടുള്ള പ്രണയമാണ്. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നുണ്ട് ഡാളിയ. ഡെക്കു അവനെ പുകഴ്ത്തുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കിട്ടാൻ, നിന്നെപ്പോലെ ഒരാളെ ഭർത്താവായിട്ട് കിട്ടാൻ ഇന്ദുവാണ് ശരിക്കും പറഞ്ഞ ഭാഗ്യം ചെയ്തത്. ഏയ്, അങ്ങനെയൊന്നും ഇല്ലടാ അളിയ. എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയെ വിട്ടു കൊടുക്കില്ല അല്ലടാ. അപ്പോഴേക്കും പുറത്ത് ഇന്ദുവിൻ്റെ ഓട്ടോയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഡാ നീല, ഇന്ദു വന്നെന്നാ തോന്നുന്നത്. നോക്ക്, ഇന്ന് നിങ്ങൾക്ക് 2 പേർക്കുള്ള ദിവസമാണ്. മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. ശരിയടാ അളിയ. നടുവിൽ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഞാനെന്തിനാണ് നിൽക്കുന്നത്? ഞാൻ മുകളിലേക്ക് പോവാണ്. ഓക്കെ ഡാളിയ. ഡെക്ക് മുകളിലേക്കും നീലനെ എഴുന്നേറ്റിട്ട് ഇന്ദുവിനെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്കും പോവാണ്. ഇന്ദു അപ്പോഴേക്കും ഹാളിലെത്തിയിട്ട് അവൾ ആകെ ടയേർഡായിരുന്നു. അവൾ അവിടെയുള്ള സോഫയിൽ ഇരിക്കുകയാണ്. നീലൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ദു, ഇപ്പോഴാണോ താൻ വരുന്നത്? അതേ നീലേട്ടാ, ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ആകെ ടയേർഡായിരിക്കുകയാണ്, സോറി. അയ്യോ, അതിനൊന്നും കുഴപ്പമില്ല. ആ പെൺകുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? കുഞ്ഞ് പിറന്നോ? അത് കേട്ടതും ചിരിച്ചുകൊണ്ട് ഇന്ദു പറയുന്നുണ്ട്, അതേ നീലേട്ടാ, പെൺകുഞ്ഞാണ്. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. കൃത്യസമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ദോഷം വരുമായിരുന്നെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ 2 പേരെയും ഒന്നിച്ച് കാണുമ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് അറിയാമോ? ഓട്ടോയിൽ പോകുന്ന സമയത്ത് അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നീലനും പറയുന്നുണ്ട്, നിന്റെ നല്ല മനസ്സിന് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. നീലേട്ടാ, ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? എന്താ? ആ കുഞ്ഞിന് എന്താ അവർ പേരിട്ടേന്നറിയോ? തീർച്ചയായിട്ടും അവരുടെ കുലദൈവത്തിൻ്റെ പേര് തന്നെയായിരിക്കും. ആ ദൈവം ഉള്ളത് കൊണ്ടാണല്ലോ അവർക്ക് കൃത്യസമയത്ത് രക്ഷപ്പെടാൻ സാധിച്ചത്. പക്ഷെ അങ്ങനെയല്ല, കൃത്യസമയത്ത് ഞാനാണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞിനെ രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് നീയാണ് ഞങ്ങളുടെ ദൈവത്തിന് തുല്യമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് ഇന്ദുമതി എന്നാണ് കുഞ്ഞിനിട്ടിരിക്കുന്നത്. അത് കേട്ടതും നീലന് വല്ലാത്ത അതിശയം തോന്നുകയാണ്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ആഹാ കൊള്ളാലോ, അതിനിടയിൽ ഒരു കുട്ടി ഇന്ദു ഈ ഭൂമിയിലേക്ക് പിറന്നു കഴിഞ്ഞു അല്ലേ? നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസരത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള മനസ്സ്, അത് വലിയ മനസ്സ് തന്നെയാണ് ഇന്ദു. തന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത അഭിമാനം തോന്നുവാണ്. ശരി നീലേട്ടാ, ഞാൻ നല്ല ടയേർഡാണ്, ഞാൻ പോയി ഉറങ്ങട്ടെ. അത് കേട്ടതും നീലൻ ആകെ ടെൻഷനായിട്ട് പറഞ്ഞു, പോലെ താന് ഉറങ്ങാൻ പോവാണോ? അല്ല, ഭക്ഷണം കഴിക്കണ്ടേ? ഇന്ന് മുഴുവൻ താൻ അലഞ്ഞു തിരിഞ്ഞ് വന്നതല്ലേ? വെറും വയറ്റോടെയാണ് ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. എന്തെങ്കിലും വന്ന് ഭക്ഷണം കഴിക്ക്. പക്ഷേ ഇന്ദുവിന് തീരെ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല നീലേട്ടാ, ഇപ്പം തന്നെ സമയം 9:30 മണിയായി. അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആ സമയത്ത് 2 ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെ എനിക്ക് വയറ് നിറഞ്ഞതുപോലെയുണ്ട്. ഇനി എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടെന്നാണ് തോന്നുന്നത്. ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു വായെങ്കിലും കഴിച്ചൂടെ? അല്ലെങ്കിൽ ഞാൻ റൂമിൽ എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതല്ല നീലേട്ടാ, ഇപ്പം ഭക്ഷണം കഴിച്ചെന്ന് വെക്ക്. ഭക്ഷണം ഹെവി ആയത് കാരണം പിന്നീട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് കേട്ടതും നീലൻ ആകെ നിരാശനായിട്ട് നിൽക്കുകയാണ്. അവൾക്ക് വേണ്ടിയാണ് 27 ഐറ്റം ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ കുറച്ച് പാലെങ്കിലും കുടിച്ചൂടെ? അവൻ സങ്കടത്തോടെ ചോദിക്കുകയാണ്. വേണ്ട നീലേട്ടാ, ഇപ്പം തന്നെ ഞാൻ നല്ല ടയേർഡാണ്, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. അല്ല, നീലേട്ടൻ ഭക്ഷണം കഴിച്ചോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നീലേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് മുകളിലേക്ക് വന്നാൽ മതി. ഞാൻ മുകളിലേക്ക് പോട്ടെ. അവൾ റൂമിലേക്ക് പോകുമ്പോൾ നീല നിരാശനായിട്ട് അവിടെ നിൽക്കുകയാണ്. അവളോട് മറുത്തൊന്നും പറയാൻ അവന് സാധിക്കുന്നുമില്ല. പക്ഷെ അപ്പോഴേക്കും രുക്മിണി അങ്ങോട്ടേക്ക് വരികയാണ്. ഇന്ദു, അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ ഇന്ദു തിരിഞ്ഞു നോക്കുകയാണ്. ഇന്ദു വേഗം അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ നീലനെ നോക്കിക്കൊണ്ട് രുക്മിണി ഇന്ദുവിനോട് പറയുന്നുണ്ട്, നീലൻ രാവിലെ മുതൽ നിനക്ക് വേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിനക്കറിയാമോ? അവൾ നീലനെ നോക്കുന്ന സമയത്ത് അവൻ ഒന്നും പറയാതെ വിഷമത്തോടെ നിൽക്കുകയാണ്. ഓരോ ഭക്ഷണ സാധനങ്ങളും എത്ര ശ്രദ്ധയോടു കൂടിയാണ് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്നറിയോ? നീ വന്നിട്ടിപ്പോൾ നിനക്ക് വിശക്കുന്നില്ല, ഞാൻ പോയി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാൻ പോവാണോ? ചെറിയൊരു ദേഷ്യത്തോടു കൂടിയാണ് രുക്മിണി പറയുന്നത്. അമ്മ, നീലൻ അമ്മയെ വിളിക്കുകയാണ്. ഒന്നും പറയണ്ട, അവളെ വഴക്കൊന്നും പറയണ്ട എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാ എന്ന് പറഞ്ഞിട്ട് ഇന്ദുവിൻ്റെ കൈ പിടിച്ചു വലിക്കുകയാണ്. അമ്മ എങ്ങോട്ടേ കൊണ്ടുപോകുന്നത്? നീലനാണെങ്കിൽ ഒരല്പസമയം അവിടെ നിന്നിട്ട് അവർക്ക് പിന്നാലെ അവനും പോകുന്നുണ്ട്. അപ്പോൾ നീലൻ അത്രയും സമയം ഇരുന്ന ആ ഒരു ടേബിളിൻ്റെ മുന്നിൽ അവൻ്റെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു വാഴയിലയുടെ മുന്നിലേക്ക് വന്നിട്ടാണ് ഇന്ദുവിനെ കൊണ്ടുവന്നിട്ട് രുക്മിണി നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇന്ദുവിനെ അവിടെ നിർത്തിയതിന് ശേഷം അവർ ആ വാഴയില മുഴുവനായിട്ട് തുറക്കുവാണ്.
ഇന്ദു ശരിക്കും അതിശയിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഫുഡ് ഐറ്റംസ് ആണ് അതിനകത്ത് നിരത്തി വെച്ചിരിക്കുന്നത്. 27 ഐറ്റം ഫുഡുകൾ. ഇന്ദു ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അതൊക്കെ കണ്ടിട്ട് ഇന്ദു അത്ഭുതത്തോടെ രുക്മിണിയോട് ചോദിക്കുകയാണ്, ഇതെന്താ അമ്മ? അപ്പോൾ അമ്മ ഇതൊക്കെ എന്താ സംഭവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിശയത്തോടെ ഇന്ദു രുക്മിണിയോട് ചോദിച്ച സമയത്ത് രുക്മിണി പറയുന്നുണ്ട്, ഇതാണ് മോളെ, രാവിലെ മുതൽ നിനക്ക് വേണ്ടി നീലൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അവൾ അത്ഭുതത്തോടെ നീലേട്ടനെ നോക്കുകയാണ്. നീലേട്ടാ. അപ്പോൾ അവനൊന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. രുക്മിണി പറയാണ്, നീലൻ രാവിലെ മുതൽ ഇതൊക്കെ നിനക്ക് വേണ്ടി ഉണ്ടാക്കി. നീ വന്നതിന് ശേഷം നിനക്കിതൊക്കെ വിളമ്പിത്തരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നീയാണെങ്കിലോ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് വിശക്കുന്നില്ല, ഞാൻ ഉറങ്ങാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോയി. പക്ഷേ നീലനാണെങ്കിൽ നീ ടയേർഡായത് കാരണം നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. രാവിലെ മുതൽ നിനക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയതെങ്കിലും നിനക്ക് വയ്യ, നീ ടയേർഡാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വായ പോലും കഴിക്കാൻ നിന്നെ നിർബന്ധിച്ചത് പോലുമില്ല. ശരി, നീ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഇന്ദു വിഷമത്തോടെ നീലനെ നോക്കുന്ന സമയത്ത് രുക്മിണി പറയുന്നുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയതിന് യാതൊരു പ്രയോജനവും ഉണ്ടാവാതിരിക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി ഇന്ദു. അതുകൊണ്ടാണ് നിന്നെ വഴക്ക് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇന്ദു വിഷമത്തോട് പറയുന്നുണ്ട്, സത്യമായിട്ടും ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സത്യമായിട്ടും ഞാൻ ടയേർഡായത് കൊണ്ടാണ് കിടക്കാൻ വേണ്ടി പോയത്. അതിനുശേഷം അവൾ നീലനോട് പറയുന്നുണ്ട്, നീലേട്ടാ, നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഞാൻ അറിയില്ലായിരുന്നു. എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതിലെന്താ ഇന്ദു ബുദ്ധിമുട്ടുള്ളത്? നിൻ്റെ 27ാമത്തെ ജന്മദിനത്തിന് 27 ഡിഷ് ഉണ്ടാക്കി നിന്നെ സർപ്രൈസ് ചെയ്യിക്കാമെന്നാണ് കരുതിയത്. അതിനുവേണ്ടി ഇതൊക്കെ ഉണ്ടാക്കേണ്ടിയിരുന്നോ? ഇതൊക്കെ കഷ്ടപ്പാടല്ലേ? അപ്പോൾ നീലൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് കഷ്ടപ്പാടായിട്ട് തോന്നില്ല. നീലൻ്റെ സംസാരം കേട്ടപ്പോൾ രുക്മിണിക്കും ഇന്ദുവിനും ഒരുപോലെ അതിശയവും അഭിമാനവും തോന്നുകയാണ് അവനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ. അപ്പോൾ നീലൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി പോലും നാളെ ഞാൻ തനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം ഉണ്ടാവുമെന്ന് 1% പോലും ഞാൻ ചിന്തിച്ചില്ല. നീലൻ ഒന്നും പറയാതെ അവിടെ കേട്ട് നിൽക്കുകയാണ്. അവൻ്റെ മനസ്സ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദു പറയാണ്, 27 ഐറ്റം എന്ന് വെച്ചാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ രുക്മിണി നീലൻ്റെ സ്നേഹം അവളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒക്കെ നീലൻ്റെ കൈകൊണ്ട് ചെയ്താൽ മാത്രമേ അവൻ്റെ സ്നേഹം കൂടി ചേർന്നിട്ട് അതിനൊക്കെ രുചിയുണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കേട്ട സമയത്ത് ഇന്ദു വല്ലാത്ത സ്നേഹത്തോടെ നീലനെ നോക്കുകയാണ്. ഇപ്പോൾ നീ ഇത് കഴിക്കാൻ പോകുന്നുണ്ടോ അതോ ടയേർഡായത് കാരണം ഇനി ഉറങ്ങാൻ പോവുകയാണോ? രുക്മിണി ചോദിച്ചത് കേട്ടതും ഇന്ദു പറയുന്നുണ്ട്, ആര് പറഞ്ഞു? ഇത്രയും ഭക്ഷണ സാധനങ്ങൾ ഒന്നിച്ച് കാണുന്നത് തന്നെ വലിയ അതിശയമാണ്. ആ, അത് കൊള്ളാം. പിന്നെ ഇത്രയും നല്ലൊരു ഭക്ഷണം കിട്ടുമ്പോൾ ആ ചാൻസ് ആരെങ്കിലും ഒഴിവാക്കുമോ? ഞാൻ റെഡിയാണമ്മ എന്നും പറഞ്ഞിട്ട് ഇന്ദു കൈ കഴുകിയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.